ഒരു വി സിയും ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതിന് പുറത്തും പോവില്ല. ഈ സർവകലാശാലക്കകത്ത് ഒരു വി സിയും കയറണ്ടെന്ന് SFI തീരുമാനിച്ചാൽ കയറില്ല എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിനകത്ത് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സഖാക്കളെ, ഇപ്പോൾ നിരന്തരമായി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കേന്ദ്രമായിട്ടുള്ള സർവകലാശാലകളെ RSSന്റെ അധികാര കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ RSSന്റെ നേതൃത്വത്തിൽ നമ്മുടെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെയും ചാൻസലറൊക്കെ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് RSS ഈ ലെവലിൽ നടത്തിക്കൊണ്ടിരിക്കുക. ുള്ളതെങ്കിൽ ഇവിടെ നടപ്പിലാക്കില്ല എന്നുള്ള പ്രതിജ്ഞയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ എടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിന് വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് അതിലേക്ക് പ്രതിരോധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി SFIയുടെ ജില്ലാ നേരത്തെ എല്ലാ വർഷവും സമരം നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിന്റെ സർവകലാശാലയെ കാവ്യവൽക്കരിക്കുവാൻ വേണ്ടി വലിയ ശ്രമം നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട്. അതിനെതിരെ പ്രതിരോധിച്ചുകൊണ്ടാണ് കേരളത്തിൽ SFI ഈ സമരം നടത്തുന്നത്. നമ്മുടെ സർവകലാശാലകൾക്കകത്ത് RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി RSSന്റെ ഏജന്റുമാരായിട്ട് കേരളത്തിന്റെ സർവകലാശാലകളുടെ ഏജന്റുമാർ മാറിയിരിക്കുകയാണ്. ഇപ്പൊ എന്താണ് അറിയാൻ വേണ്ടി സാധിച്ചത്? RSSന്റെ തന്നെ നേതൃത്വത്തിൽ നടക്കുന്ന ജ്ഞാനസഭ എന്ന് പറയുന്ന ഒരു പരിപാടിക്കകത്ത് കേരളത്തിന്റെ 5 സർവകലാശാലയുടെ DC-മാർ പങ്കെടുക്കുകയാണ്. RSSന്റെ പരിപാടിക്കകത്താണ് പങ്കെടുക്കുന്നത്. അക്കാഡമിക് നിലവാരം ഉയർത്തിക്കാണിക്കേണ്ട ആളുകൾ ഒരു സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ആ സർവകലാശാലയുടെ VC എന്ന് പറയുന്നത് അക്കാഡമിക് നിലവാരത്തിനകത്ത് ഏറ്റവും മുൻപത്തിൽ നിൽക്കുന്ന ആളുകളാണ്. ആളുകൾ ഇത്തരത്തിലുള്ള RSSന്റെ പരിപാടികൾക്കകത്ത് പങ്കെടുക്കുകയാണ്.
കേരളത്തിനകത്ത് ഈ സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ കേരളത്തിനകത്ത് വെച്ച് സംഘടിപ്പിക്കുന്നത്. അത് ഏതുവരെ എത്തിയെന്ന് വിലയിരുത്തുവാൻ വേണ്ടിയാണ് കേരളത്തിനകത്ത് ഇത്തരത്തിലുള്ള യോഗങ്ങൾ ഗവർണറുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ RSSകാരായിട്ടുള്ള ചാൻസലർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇവരാരും കേരളത്തിന്റെ സർവകലാശാലയുടെ ചാൻസലർമാരല്ല, ഇവരെല്ലാം RSSന്റെ ചാൻസലർമാരാണ്. ഇവിടെ ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന, അവരെ ബാധിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി മോഹനൻ കുന്നുമ്മൽ കഴിഞ്ഞ ദിവസം ഈ സർവകലാശാലയിൽ എത്തുന്ന സ്ഥിതി ഉണ്ടായി. അന്ന് ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം അടക്കമുള്ള ആളുകൾ പറഞ്ഞു അദ്ദേഹത്തെ തടയില്ല, നിരവധിയായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അടക്കം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ അടക്കം അദ്ദേഹത്തിന് മുന്നിലുണ്ട്, അത് അടിയന്തരമായി പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് SFI തീരുമാനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അന്നൊരു ദിവസം ഞങ്ങൾ തടയില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ RSSന്റെ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങൾ തോറും ഇപ്പോഴും അതിനുശേഷവും ഇപ്പോഴും ഈ സർവകലാശാലയെല്ലാം സംഘപരിവാറിന്റെ കേന്ദ്രമാക്കി നടത്തുന്ന മോഹനൻ കുന്നുമ്മലോട് ഞങ്ങളോടൊന്ന് സൂചിപ്പിക്കാനുള്ളൂ, ഇനിയും നിങ്ങൾ ഇവിടെ വരാൻ വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ SFI തടഞ്ഞിരിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിനകത്ത് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. അങ്ങ് കൊച്ചിയിൽ നടക്കുന്ന RSSന്റെ പരിപാടിയിൽ അവിടെ RSSന്റെ നേതാവായിട്ടുള്ള മോഹൻ ഭഗവത് പഠിപ്പിക്കുന്ന പാഠങ്ങൾ കേരളത്തിന്റെ സർവകലാശാലയിൽ പഠിക്കാൻ വന്നാൽ വിവരം അറിയുമെന്ന് ഈ ഘട്ടം SFI സൂചിപ്പിച്ചു വെച്ചാണ്. RSSന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി കേരളത്തിന്റെ സർവകലാശാലയ്ക്കകത്ത് RSSന്റെ ആചാരങ്ങൾ വായിക്കുന്ന ഈ പറയുന്ന സർവകലാശാലയുടെ ചാൻസലറും വൈസ് ചാൻസലറും ഈ സർവകലാശാലയ്ക്കകത്ത് വന്നാൽ SFI ഈ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സമര കേന്ദ്രങ്ങളായ ഈ സർവകലാശാലയുടെ പടിത്തട്ടിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഇത്തരത്തിലുള്ള അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി ഈ സർവകലാശാലയ്ക്കകത്ത് നിങ്ങൾ വന്നാൽ SFI എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇതിവിടെ അവസാനിപ്പിക്കണം. ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് RSS നടത്തുന്ന ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. അല്ലെങ്കിൽ കേരളത്തിനകത്തുള്ള ചാൻസലറിനെയും വൈസ് ചാൻസലറിനെയും ഈ പൊതുവഴിയിലൂടെ നടത്തിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാവില്ല, ഇറങ്ങി നടക്കില്ല. ഒരു ചാൻസലറും ഒരു വൈസ് ചാൻസലറും SFI സമരം ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. വിദ്യാർത്ഥികളെ ബാധിക്കുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്, സെമിനാറുകളുണ്ട്. ആ വിഷയങ്ങൾക്കകത്തൊന്നും കേരളത്തിന്റെ വൈസ് ചാൻസലർ പങ്കെടുക്കില്ല. RSSന്റെ അജണ്ട നടപ്പിലാക്കുന്ന ചില പ്രത്യേക പരിപാടികൾക്കകത്ത് വൈസ് ചാൻസലർ പങ്കെടുക്കുന്നു. കാരണം കൂറ് കാണിക്കണമല്ലോ. രാജാവിനെ കാട്ടി രാജഭക്തിയുള്ള വൈസ് ചാൻസലറാണ് കേരളത്തിന്റെ സർവകലാശാലയ്ക്കകത്തുള്ളത്. അപ്പോ രാജാവിന്റെ അടുത്ത് കൂറ് കാണിക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം അവിടെ പോയി വണങ്ങി കുമ്പിട്ട് നിന്ന് കൂറ് കാണിക്കും. അല്ലെങ്കിൽ രാജാവ് എന്തെങ്കിലും പറഞ്ഞാലോ. അതുകൊണ്ട് ഇത്തരത്തിൽ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചു പോകുന്ന കേരളത്തിന്റെ സർവകലാശാലയ്ക്കകത്തുള്ള VCമാർ, RSSന്റെ VCമാർ ഉടനെ രാജിവെച്ച് പോയില്ലെങ്കിൽ, അന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സമരങ്ങൾ കണ്ടല്ലോ, ആ രീതിയിൽ കേരളത്തിന്റെ സർവകലാശാലയ്ക്കകത്ത് സമരങ്ങൾ നടത്താൻ വേണ്ടി നമ്മൾ തയ്യാറാവുകയാണ്. ഒരു VCയും ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതിന് പുറത്തും പോവില്ല. ഈ സർവകലാശാലയ്ക്കകത്ത് ഒരു VCയും കയറണ്ടെന്ന് SFI തീരുമാനിച്ചാൽ കയറില്ല എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിനകത്ത് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിഷയങ്ങൾക്കകത്ത് ഗൗരവമായി നടപടി എടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി SFIയുടെ സമരങ്ങളെ പുച്ഛത്തോടെ നോക്കിയ കേരള സർവകലാശാല വൈസ് ചാൻസലറും ഈ നാടിനകത്തുള്ള ആരാധനായിട്ടുള്ള ഗവർണർ അടക്കമുള്ള ആളുകളുണ്ടല്ലോ. എന്താ അവസാനം SFIയുടെ മുദ്രാവാക്യങ്ങൾ? SFIയുടെ മുദ്രാവാക്യങ്ങൾ എന്താണെന്ന് അറിയില്ല, എന്തിനാണ് SFI സമരം ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോ ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കം പറഞ്ഞല്ലോ, കേരളത്തിന്റെ സർവകലാശാലയുടെ വൈസ് ചാൻസലറിനെ തീരുമാനിക്കാനുള്ള അധികാരങ്ങൾ, ആ അധികാരങ്ങളുടെ പരിധിയിൽ നിന്ന് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ KQവിന്റെയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും VCനെ പുറത്താക്കിക്കൊണ്ട് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിറക്കിയല്ലോ. അതുതന്നെയാണ് ഞങ്ങൾ ഇവിടെയും പറയുന്നത്. ഞങ്ങൾ സമരത്തിലേക്ക് പോവുകയാണ്, വലിയ സമരത്തിലേക്ക് പോവുകയാണ്. ഇവിടെ കേരളത്തിന്റെ സർവകലാശാല ഇത്തരത്തിലുള്ള സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാനുള്ള താവളങ്ങളാക്കി മാറ്റാൻ നിങ്ങൾ നോക്കിയാൽ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് വരുന്ന നാളുകൾക്കകത്ത് SFI സമരം ഉയർത്തിപ്പിടിക്കുമെന്നുള്ളത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. സഖാക്കളെ അഭിവാദ്യങ്ങൾ.
ഇത് സൂചനാ സമരമാണ്. വരും കാലത്ത് വലിയ പ്രതിഷേധവുമായി നമ്മുടെ സംഘടന മുന്നോട്ട് പോകും എന്നാണ് അറിയിക്കാൻ പറ്റുന്നത്. എല്ലാ സ്ഥലത്തും പിരിഞ്ഞു പോകണമെന്ന് അറിയിക്കുന്നത്.